2025 പുതുവർഷത്തിലെ ആദ്യത്തെ മലയാള സിനിമ റിലീസിനെത്തിയിരിക്കുകയാണ്. ടൊവിനോ തോമസ്, തൃഷയൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ക്രൈം ത്രില്ലർ സിനിമയാണ് ഐഡന്റിറ്റി. അപ്പൊ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ പുതുവർഷത്തിലെ ആദ്യത്തെ മലയാള സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകരുടെ തന്നെ ചോദിക്കാം. ഒരുമാതിരി കഴിഞ്ഞ കൊല്ലത്തെ എല്ലാ വൃത്തിയോട്ട പടവും പിടിച്ച് കമ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നവരുണ്ട്. ഇറ്റ് ഇസ് എ വെരി ബാഡ് മൂവി. ഉള്ള കാര്യമാണ് പറയണം. തീരെ മോശം. മേക്കിംഗ് കൊള്ളൂല, കഥയും കൊള്ളൂല. ഒരുമാതിരി കുറെ സിനിമയിൽ നിന്ന് എടുത്തെടുത്ത് വെച്ച പോലെ എല്ലാത്തിനും കൂടെ എടുത്തങ്ങ് കുളമൊക്കെ ചെയ്യാം. കേട്ടില്ല. നല്ല സിനിമയാണ്. ടെക്നിക്കലി ബ്രില്യൻ പടമാണ്. ആക്ച്വലി സ്റ്റോറി നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് പോലെ തോന്നും, പക്ഷെ അങ്ങനല്ല. അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ടെക്നിക്കലി ബ്രില്യന്റ് ആണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഹാസ് ബീൻ ഡൺ എക്സലന്റ്ലി. എന്ന് വെച്ചാൽ ലാസ്റ്റ് ക്ലൈമാക്സ്, പ്രത്യേകിച്ച് ലാസ്റ്റ് 40 minutes ഇസ് എക്സെപ്ഷണൽ. ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, നമ്മൾ അതിലോട് നിൽക്കും. പക്ഷെ ഇൻവെസ്റ്റിഗേഷനെയും കാട്ടി കൂടുതൽ സ്പോയിലർ ആണോ ഞാൻ പറയത്തില്ല, പക്ഷെ ലൈക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഹീറോയുടെ ഫ്ലാഷ് ബാക്സ് ആൻഡ് ഓൾസോ അബൌട്ട് ദ യുനോ ദ സ്റ്റോറി ഈസ് ഗുഡ്. നമ്മൾ കുറച്ച് കണ്ടേലും വെച്ച് നോക്കുമ്പോൾ ഫ്ലാറ്റാ, കുഴപ്പമില്ല. ഓക്കെ, അത്ര മേക്കിംഗ് കൊള്ളാന്നുള്ളൂ. അത്രയ്ക്ക് ഒരു എൻഗേജിങ് അല്ല, ത്രില്ലർ കാറ്റഗറി അല്ല. അത്ര ഗ്രേറ്റ് ഒന്നുമല്ല. ആ മൂവി വളരെ നൈസ് ആയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞേ, വെൻ ഇറ്റ് കംസ് ടു ത്രില്ലർ ആണെങ്കിൽ ടൊവിനോ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. തൃഷ മാം ആണെങ്കിൽ സൂപ്പർ ആയിട്ട് കാര്യമുണ്ട്. തൃഷ ഉടനീളം ഉണ്ട്, ആക്ച്വലി സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടിരിക്കും. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ട്വിസ്റ്റ് ഉണ്ട്, ബട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നത്. വൺ ടൈം ആണ്, ബട്ട് നല്ല എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു. കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു പടം തന്നെയാണ്. തൃഷ നമുക്ക് അത്രത്തോളം നമുക്ക് ഫീല് വരുന്നില്ല, പക്ഷെ എസ്പെഷ്യലി നമ്മുടെ ടൊവിനോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഇത് കുറച്ച് ആക്ഷൻ കുറച്ചുകൂടി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രത്തോളം വന്നിട്ടില്ലെങ്കിലും പടം നന്നായിട്ട് നമുക്ക് കാണാം. തിയേറ്റർ വാച്ചബിൾ ആണ്. കാരണം ആക്ഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തിന് ഐഡന്റിറ്റി എന്ന പേര് അതേ അർത്ഥവത്താക്കുന്ന രീതിയിൽ നമ്മുടെ പോക്കിരി സിനിമയിലൊക്കെ പുള്ളിയുടെ റോൾ എന്താണ്, ഹാൻഡിൽ എന്താണ്, ആ ഒരു സീനൊക്കെ നമുക്ക് നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. നല്ല പിക്ചറായിരുന്നു. എല്ലാവരും കൊള്ളായിരുന്നു. അഭിനയം അവര് നല്ല ജോഡിയായിരിക്കുന്നു. നല്ല പിക്ചർ. കുഴപ്പമില്ല, നല്ലത്. കുഴപ്പമില്ല. മേക്കിംഗ് ഒക്കെ നൈസ് ആയിരുന്നു, പക്ഷെ എന്തോ പറയാൻ ഉദ്ദേശിക്കാൻ ഇത്ര കണക്ട് ആയില്ല എനിക്ക് പേഴ്സണലി കേട്ടോ. പടം സൂപ്പർ. ഒരു മിനിറ്റ് കണ്ണാടി വെച്ചോട്ടെ. എന്തായാലും ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു പടം നമ്മുടെ മലയാളത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മൂവിയാണ്. ടോവിനൊരു തിരിച്ച് ഏറമ്മിന് ശേഷം ഒരു വേറെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ടോവിനോടെ. എന്തായാലും ഒരു അടിപൊളി മൂവിയാണ്, ഒരു എന്റർടൈനർ ആണ്, ഒരു ത്രില്ലർ ക്ലൈമാക്സ്. 2024 തുടക്കം മുതലേ നല്ല കുറെ സിനിമകളായിരുന്നു മലയാളത്തിൽ. അതേപോലെ 2025 നല്ലൊരു തുടക്കം മൂവിയാണ്. ഇതേപോലെ തന്നെ ഇനിയിപ്പോ അടുത്ത വരുന്ന മൂവിയൊക്കെ അതുപോലെ തന്നെ സക്സസ് ആവണം. ടോവിനൊരു തിരിച്ചുവരവായിരിക്കും. വീണ്ടും സിനിമയില് ഐഡന്റിറ്റി സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഒരുപാട് ഐഡന്റിറ്റിയെ പറ്റി പറയുന്ന സിനിമയാണ്. അപ്പോൾ നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഫോറൻസിക്കിന്റെ ഡയറക്ടേഴ്സാണ്. അതന്നെ നല്ല എക്സ്പീരിയൻസ് ആണ്. ടൊവിനോയുടെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. അത്യാവശ്യം സെക്കൻഡ് ഹാഫാണ് നല്ല ഡ്യൂറേഷൻ ഉള്ളത്. പിന്നെ പ്രീ ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്തിയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം കുറച്ച് ക്ഷമയോടെ ഇരുന്ന് കാണണം. അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആണ്. എനിക്ക് കുറച്ചും കൂടി ഇന്റർവെല് കൊണ്ട് നിർത്തുന്ന സീൻസ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നു. നല്ല ഒരുപാട് റിവീലിംഗ്സ് ഉണ്ട്. ട്വിസ്റ്റും ടേൺസും കാര്യങ്ങളെല്ലാം നന്നായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഓക്കെ, താങ്ക് യു. ഒരു പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. നമ്മളെ ഇതിലെ രണ്ടുപേരാണ് റൈറ്റേഴ്സ്, അഖിൽ പോളും അയനാസ് ഖാനും. അവരുടെ രണ്ടാമത്തെ പടമാണ് ഫോറൻസിക്കും നീതും. അഖിൽ പോളുടെ ഫസ്റ്റ് പടമാണ് 7th Day. കോമൺ ആയിട്ട് ടോവിൻ എല്ലാത്തിലും ഉണ്ട്. പടം വയസ്സ് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അവസാനത്തെ 40 minute നല്ലപോലെ കൊള്ളാം. ഇന്റർവെല്ലിന് മുന്നുള്ളത് ഒരു സുഖമില്ല, കുഴപ്പമില്ല. പോയി അതിൽ ഈ എൻഗേജിങ്ങിനേക്കാളുള്ള പ്രദേശമൊന്നുമില്ല, ആവറേജ്. ഇത് ക്ലീശയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ചെറുത് കുറച്ച് ബ്രേക്കിംഗ് സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നതാണെന്ന് അതല്ല, അങ്ങനെ സാധനങ്ങൾ. ഓക്കെ, കുഴപ്പമില്ല. വലിയ പൊളിപ്പടം എന്ന് പറയാനില്ല. ഏതാ
അത്യാവശ്യം നന്നായിട്ടുണ്ട്. അവസാനത്തെ ഒരു 10 മിനിറ്റ് 10-20 മിനിറ്റ് ഓൾസോ ഈ പടത്തിൽ പേര് ഐഡന്റിറ്റി ആണല്ലോ. അതിൽ തന്നെ ടോവിനോന് വേറൊരു സാധനം നമ്മളെല്ലാത്തിലും ഇങ്ങനെ കറങ്ങി ആ ഒരു സാധനത്തില് നമ്മളെ മറ്റേ ജനാനമനയിൽ നിന്ന നിപ്പിലാണ് പൃഥ്വിരാജിന് ഒരു ഐഡന്റിറ്റി ആണെന്ന് അറിയണം, ഒരു പോലീസ് സൈഡ്. അതേപോലെ ഇതിലൊരു സാധനമുണ്ട്. അപ്പൊ അതും അതിൽ പറഞ്ഞ ക്യാമറ ആണെങ്കിലും ആക്ഷൻ ഇതാണെങ്കിൽ നന്നായിട്ടുണ്ട്. ഏതാ സത്യം പറഞ്ഞ തൃശ്ശ എന്നൊരു നടി വളരെ അഭിനയം കുഴപ്പമൊന്നുമില്ല, ഈ പടത്തിൽ വേണ്ടായിരുന്നു. മീൻസ് പെർഫോം ചെയ്യാനുള്ള സംഭവമില്ല. 2024 കുറെ നല്ല സിനിമകളുടെ തുടക്കമായിരുന്നല്ലോ, അതുപോലെ അതിനുള്ള ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് ഇത് 9-ാം തീയതി ഇറങ്ങിയ രേഖാചിത്രമാണ്. ഈ മാസം തന്നെ മലയാളം തന്നെ 6 പടമുണ്ട്. അതിന് കുഴപ്പമില്ല, ഒരു ആവറേജ്. അത്രേ ഉള്ളൂ. 2025 ഫസ്റ്റ് മൂവി ശരിക്കും പറഞ്ഞാൽ വലിയ പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെ വന്നത്, ജസ്റ്റ് കയറിയതാണ് പടം. ഞാൻ പറഞ്ഞ പോലെ ഒരു കുറച്ചു കാലം മുമ്പൊക്കെ തമിഴിൽ വന്നിരുന്ന ചില പടങ്ങളുടെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്. ശങ്കറിന്റെ, കെ വി ആനന്ദിന്റെ ഒക്കെ പടങ്ങളുടെ ആ ഒരു ലെവൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട് പടത്തിന്. ബഡ്ജറ്റ് അത്ര ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് സ്ക്രീനിൽ കാണാനും ഉണ്ട്. പക്ഷെ ഒരു ത്രില്ലറിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില മൊമെന്റ്സ് ഉണ്ട്, അതൊന്നും കിട്ടിയില്ല. വന്ന ട്വിസ്റ്റുകളെല്ലാം പ്രഡിക്റ്റബിലിറ്റിയാണ് മൊത്തം. നമ്മളിപ്പോ ഒരു സീന് കാണിക്കുമ്പോൾ നമുക്കത് കണക്ട് ചെയ്ത് ഓക്കെ നെക്സ്റ്റ് ഇതായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന സാധനം തന്നെ തൊട്ടടുത്ത് തന്നെ കാണിക്കും. എന്നാലും ത്രില്ലർ പടം എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നതിന് അപ്പുറം നീക്കണ്ടേ. ഇത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടാണ് സ്ക്രീനിൽ വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം തോന്നി. ഭയങ്കര എഫേർട്ടാണ് പടം, മേക്കിംഗ് ഒക്കെ ഗംഭീരമാണ്. ആർക്കാ? ഇല്ല കുഴപ്പമില്ല, നോർമലാണ്. കുഴപ്പമൊന്നുമില്ല, പെർഫോമൻസ് എല്ലാം ഗംഭീരമാണ്. ഐഡന്റിറ്റി ആക്ച്വലി ടെക്നിക്കലി ഭയങ്കര നല്ല ഒരു പടമായിട്ട് തോന്നി. ഒരു 2003 ലെവലുള്ള ഹോളിവുഡ് പടങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫീല് നമുക്കിപ്പം മോളിവുഡിൽ കിട്ടി തുടങ്ങി എന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷേ വന്നിട്ട് ത്രെഡ് ആ പഴയ ത്രെഡ് തന്നെയാണ്. അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട്. പഴയ ത്രെഡ് നമ്മൾ കണ്ട് പഴകിയ ഒരു ഫീല് വരുന്നുണ്ട്. അല്ലാതെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കലി ഭയങ്കര ഇതാണ്. ഫൈറ്റ് കൊറിയോഗ്രാഫി, DOP ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എവറേജ് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണ്, വർദ്ധ മണിയാണ്. 2024 എന്തായാലും മലയാള സിനിമയിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ വന്ന ഒരു വർഷമായിരുന്നു. അപ്പൊ 2025 ഇങ്ങനെയാണ് തുടക്കം. ഇനി ബാക്കിയുള്ള സിനിമകളൊക്കെ എങ്ങനെ ഉണ്ടാവും 2025 നോക്കി തന്നെ കാണണം. എന്തായാലും ഇതാണ് ഫസ്റ്റ് സിനിമയുടെ, മോളിവുഡിലെ 2025 ആദ്യത്തെ സിനിമയുടെ പ്രതികരണം ഇങ്ങനെയാണ്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ആയിഷത്തുൽ ഷംന, ന്യൂസ് 18.